Hello everyone, welcome back to yet another video of Nutshell Lines. Today I'll be dealing with a poem that is Annabelle and it is written by Edgar Allan Poe. Once again, welcome to the video. So before moving to the poem, I would like to share some details regarding the writer, that is Edgar Allan Poe. From 1809 to 1849, he was an American poet, editor, literary critic, and popular for his poetry and short stories, mainly his tales of mystery and macabre. അതായത് എഡ്ഗർ അലൻ പോ എന്ന് പറയുന്ന അദ്ദേഹം ഒരു അമേരിക്കൻ പോയറ്റാണ്, അദ്ദേഹം ഒരു എഡിറ്ററാണ്. ആൻഡ് അദ്ദേഹം ഏറ്റവും കൂടുതൽ പോപ്പുലർ ആവാൻ കാരണം ഇറ്റ് ഈസ് ഓൺലി ബിക്കോസ് ഓഫ് ഹിസ് പോയട്രി, അതുപോലെ തന്നെ ഷോർട്ട് സ്റ്റോറീസ്. ആൻഡ് ഇദ്ദേഹത്തിൻ്റെ സ്റ്റോറീസിലുള്ള അല്ലെങ്കിൽ പോംസിലുള്ള ഏറ്റവും വലിയൊരു പെക്യുലാരിറ്റി എന്ന് പറഞ്ഞാൽ ഹി ഓൾവേസ് സ്പീക്കിംഗ് അബൌട്ട് മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് മിസ്റ്ററി, നിഗൂഢമായിട്ടുള്ള കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ അദ്ദേഹം ഇൻകോർപ്പറേറ്റ് ചെയ്യും. അതുപോലെ തന്നെ മക്കബ്, അതായത് ഡെത്ത് എപ്പോഴും അല്ലെങ്കിൽ ഹൊറർ ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് കൂടുതലായിരിക്കും അദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ. അതാണ് ഏറ്റവും വലിയൊരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ ഇത്തരത്തിലുള്ള എലമെൻറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വർക്ക്സ് ആ ഒരു ടൈം പീരീഡിൽ ഭയങ്കരമായിട്ട് പോപ്പുലറായെന്നാണ് പറയുന്നത്. ആൻഡ് ഹീ ഈസ് എ സെൻട്രൽ ഫിഗർ ഓഫ് റൊമാൻറ്റിസിസം ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് ദി ഫാദർ ഓഫ് മോഡേൺ ഗോത്തിക് ഹൊറർ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പോയറ്റിക് ആയിട്ടുള്ള ഈ ഒരു എബിലിറ്റി, അദ്ദേഹത്തിൻ്റെ ഈ ഒരു എബിലിറ്റി കൊണ്ട് അദ്ദേഹം ഹീ ഈസ് കൺസിഡർഡ് ആസ് ദി വൺ ഓഫ് ദി സെൻട്രൽ ഫിഗർ ഓഫ് റൊമാൻറ്റിസിസം ഇൻ അമേരിക്ക. അതുപോലെ തന്നെ ഹീ ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് മോഡേൺ ഗോത്തിക് ഹൊറർ, അതായത് ഗോത്തിക് എലമെൻറ്റ്, അതായത് ഈ ഹൊററായിട്ടുള്ള ടെറിബിളായിട്ടുള്ള അല്ലെങ്കിൽ ഡെത്ത് കൂടുതലും സിഗ്നിഫൈ ചെയ്യുന്ന വർക്ക്സ് എഴുതിയത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഫാദർ ഓഫ് മോഡേൺ ഗോത്തിക് ഹൊറർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ആൻഡ് ഇൻ ജാനുവരി 1845 ഹി പബ്ലിഷ്ഡ് ദ റേവൻ ദറ്റ് വാസ് എ ഹ്യൂജ് സക്സസ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ ഞാൻ ഈ ഒരു പോം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ദ റേവൻ എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു പോയം 1845 അദ്ദേഹം പബ്ലിഷ് ചെയ്യുണ്ടായി. അപ്പോൾ ആ ഒരു പോയാണ് അദ്ദേഹത്തിന് ഭയങ്കര ഒരു സക്സസ്സും അതുപോലെ ഒരു പോപ്പുലാരിറ്റിയും ഗെയിൻ ചെയ്യാനുണ്ടായ കാരണമെന്ന് പറയുന്നത്. ആൻഡ് ഹി ഫേസ്ഡ് ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ഇൻ ലൈഫ് ബിക്കോസ് റൈറ്റിംഗ് വാസ് ഹിസ് ഓൺലി ഇൻകം. അതായത് ലൈഫിൽ ഒത്തിരി ഫിനാൻഷ്യൽ ക്രൈസിസ് അല്ലെങ്കിൽ ട്രബിൾസ് ഒക്കെ ഫേസ് ചെയ്തിട്ടുള്ള ഒരു റൈറ്റർ കൂടിയാണ് എഡ്ഗർ അലൻ പോ. അപ്പോൾ നമ്മൾ വിചാരിക്കും അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടല്ലോ എന്നുള്ളത്. അത് ശരിയാണ്. പക്ഷേ ഇദ്ദേഹം ഇത്ര പോപ്പുലർ ആയിരുന്നെങ്കിലും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വർക്ക്സ് ഈ പറഞ്ഞ പോലെ ആളുകൾക്കിടയിൽ ഭയങ്കരമായിട്ട് ഒരു അക്സെപ്റ്റൻസ് കിട്ടിയിരുന്നെങ്കിലും അദ്ദേഹത്തിന് വേറെ ഒന്നും അറിയത്തില്ലായിരുന്നു. അദ്ദേഹത്തിന് എഴുതുക മാത്രമായിരുന്നു. ഒരാൾ ഒരു കാര്യം എഴുതി സമ്പാദിക്കുക എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് അത് അത്ര പോപ്പുലർ ആയിട്ടുള്ളൊരു കാര്യമല്ല, അത് അത്രയും ഒരു സക്സസ് ആയിട്ടുള്ളൊരു കാര്യമല്ല. അദ്ദേഹം എഴുത്തിൽ നിന്ന് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗം കണ്ടെത്തിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി ലൈഫിൽ സ്ട്രഗിൾസ് അദ്ദേഹം ഫേസ് ചെയ്യേണ്ടി വന്നു എന്ന് പറയപ്പെടുന്നു. ആൻഡ് മേജർ തീംസ് ഓഫ് ഹിസ് വർക്ക്സ് ഇൻക്ലൂഡ് ഡെത്ത്, macabre, dark gothic atmosphere, സൈക്കോളജിക്കൽ എക്സ്പ്ലോറേഷൻ, മാഡ്നസ്, ഐസൊലേഷൻ, ഹൊറർ എക്സെട്ര. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ നമുക്ക് കാണാൻ പറ്റുന്ന മേജർ തീംസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഇറ്റ്സെൽഫ് ഇറ്റ്സ് ഡെത്താണ് ഏറ്റവും കൂടുതൽ ഇദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഗ്രീഫ്, അതുപോലെ തന്നെ ഗോത്തിക് അറ്റ്മോസ്ഫിയർ, ദെൻ സൈക്കോളജിക്കൽ ആയിട്ടുള്ള എക്സ്പ്ലോറേഷൻ, പിന്നെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ നമുക്ക് കാണാൻ പറ്റും. മാഡ്നസ് അദ്ദേഹം പ്രസൻറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇത്തിരി എന്താ പറയുക, ഹൊറർ മോഡ് ഇച്ചിരി കൂടുതലായിരിക്കും. Then his popular works include Annabelle, The Bell, To Helen, Leno, The Raven, The Philosophy of Composition. അതായത് ഇദ്ദേഹം ഒത്തിരി റൈറ്റിങ്സ് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും നോട്ടബിൾ ആയിട്ടുള്ള മാത്രമേ ഞാനിവിടെ കോട്ട് ചെയ്തിട്ടുള്ളൂ. അതിലൊന്ന് ഫസ്റ്റ് വൺ, ആദ്യം പറയുന്നതൊക്കെ പോയട്രിയാണ്. അനബെല്ലി, അതുപോലെ ദി ബെൽ, ടു ഹെലൻ, ലെനോർ, ദി റേവൻ. പിന്നെ ദി ഫിലോസഫി ഓഫ് കോമ്പോസിഷൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പോപ്പുലർ ആയിട്ടുള്ള ഒരു എസ്സേയാണ്. പിന്നെ ഞാൻ കൊടുത്തിട്ടുള്ള ദ ബ്ലാക്ക് കാറ്റ്, മൊറല്ല, ദി ഗോൾഡ് ബഗ്, ലോസ് ഓഫ് ബ്രെത്ത്, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഷോർട്ട് സ്റ്റോറി കളക്ഷൻസ് ആണ്. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് അബൌട്ട് ദി ഓതർ എഡ്ഗർ അലൻ പോ. ആൻഡ് ഐ എം ഡയറക്ട്ലി മൂവിങ് ടു ദി ഫസ്റ്റ് സ്റ്റാൻസ ഓഫ് ദി പോം Annabelle. So stanza 1. It was many and many a year ago in a kingdom by the sea that a maiden there lived whom you may know
ബൈ ദ നെയിം ഓഫ് അനബെല്ലി. അപ്പോൾ അതായത് ഈ ഒരു പോയത്തിൽ ഫസ്റ്റ് സ്റ്റാൻസിൽ അദ്ദേഹം പറയുകയാണ് മെനി ഇയർ അഗോ, അതായത് ലോങ് ടൈംസ് ബാക്ക്, അതായത് ഒരുപാട് നാളുകൾക്ക് മുന്നേ. അപ്പോൾ നമ്മളൊരു കഥ പറയില്ലേ, ഒരു കടങ്കഥ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കെട്ടുകഥകളൊക്കെ പറയുമ്പോൾ നമ്മൾ പറയില്ലേ ഒത്തിരി നാളുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരിടത്തൊരിടത്ത് എന്ന് പറയില്ലേ, അങ്ങനെ ഒരു ഫെയറി ടെയിൽ പറയുന്ന പോലെയാണ് ഇദ്ദേഹം ഈ ഒരു കവിത സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ ഒരു പോം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഹി സേസ് ദാറ്റ് ഒത്തിരി നാളുകൾക്ക് മുന്നാണ് എന്ത് സംഭവിച്ചു, ഇൻ എ കിങ്ഡം ബൈ ദ സീ, അതായത് ഒരു കിങ്ഡം ഉണ്ടായിരുന്നു, ഇറ്റ് ഇസ് ബൈ ദ സീ, ആൻഡ് ദാറ്റ് എ മെയ്ഡൻ ലിവ്ഡ് ഹും യു മേ നോ ബൈ ദ നെയിം ഓഫ് അനബെല്ലി. അതായത് കിങ്ഡം ബൈ ദ സീയിൽ ഒത്തിരി നാളുകൾക്ക് മുന്നേ ഒരു മെയ്ഡൻ ഉണ്ടായിരുന്നു, ഒരു യങ് വുമൺ ഉണ്ടായിരുന്നു, അവളുടെ പേരാണ് അനബെല്ലി എന്ന് പറയുന്നത്. ആൻഡ് ദിസ് മെയ്ഡൻ ഷി ലിവ്ഡ് വിത്ത് നോ അതർ തോട്ട് ദാൻ ടു ലവ് ആൻഡ് ബി ലവ്ഡ് ബൈ മീ. അതായത് ഈ മെയ്ഡൻ, അതായത് ഈ യങ് വുമൺ, ഇവൾക്ക് ഒന്നിനെ പറ്റിയും ഒരു തോട്ട് ഉണ്ടായിരുന്നില്ല, ഒന്നിനെ പറ്റിയും ചിന്തയോ സ്ട്രെസ്സോ ടെൻഷനോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഹെർ ഓൺലി ഇൻറ്റൻഷൻ, അവൾക്ക് ഒരൊറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എന്താണ്, ഇൻ ഓർഡർ ടു ലവ്, സ്നേഹിക്കുക, പ്രണയിക്കുക എന്ന് മാത്രമേ അവൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ബി ലവ്ഡ് ബൈ മീ, ഞാനാൽ സ്നേഹിക്കപ്പെടുക എന്നുള്ളൊരു കാര്യം മാത്രമേ, ഒരു ചിന്ത മാത്രമേ അവൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. അവൾ ഭയങ്കര യങ് ആയിട്ടുള്ളൊരു വിമണാണ്, അതായത് ഈ പറഞ്ഞ പോലെ കിങ്ഡം ബൈ ദ സീലാണ്, അവളുടെ പേര് അനബെല്ലിയാണ്. അപ്പോൾ ഹീസ് അഡ്രസ്സിങ് ഹിസ് ലവർ, അയാളുടെ ലവറിനെ അയാൾ അഡ്രസ്സ് ചെയ്യുന്നത് സ്റ്റാൻസ 1-ലാണ്. So that is all about stanza 1. And next I am moving to stanza 2. അതായത് അവിടെ പറയുന്നത് എന്താണ്, ഐ വാസ് എ ചൈൽഡ് ആൻഡ് ഷീ വാസ് എ ചൈൽഡ് ഇൻ ദിസ് കിങ്ഡം ബൈ ദ സീ. അതായത് ഈ ഒരു കിങ്ഡത്തിൽ ഞാനൊരു കുട്ടിയായിരുന്നു, അവളൊരു കുട്ടിയായിരുന്നു. ബട്ട് വി ലവ്ഡ് വിത്ത് ലവ് ദറ്റ് വാസ് മോർ ദാൻ ലവ് ഐ ആൻഡ് മൈ അനബെല്ലി. പക്ഷേ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിലപ്പുറം ഞങ്ങൾ പ്രണയിച്ചിരുന്നു. ദാറ്റ് ഈസ് ഞാനും കുട്ടിയായിരുന്നു അവളും കുട്ടിയായിരുന്നു എന്ന് പറയുമ്പോൾ വിച്ച് മീൻസ് ദാറ്റ് ദെയർ ലവ് ഈസ് ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു പ്രണയമാണ്. പക്ഷേ അങ്ങനെ നിങ്ങൾ തള്ളിക്കളയണ്ട, ഞങ്ങളുടെ പ്രണയം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫാർ ബിയോണ്ട് ദാറ്റ്, നിങ്ങൾ ചിന്തിക്കുന്നതിലപ്പുറമായിരുന്നു ഞങ്ങളുടെ പ്രണയം. ഇറ്റ് ഈസ് മോർ ദാൻ ലവ്, വിത്ത് എ ലവ് ദാറ്റ് ദ വിങ്ഡ് സെറാഫ്സ് ഓഫ് ഹെവൻ കവേർട്ടഡ് ഹെർ ആൻഡ് മീ. അപ്പോൾ അദ്ദേഹം പറയുവാണ്, എന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ പ്രണയം അത് ഇറ്റ് വാസ് എ ലവ് ദറ്റ് വാസ് നോട്ട് ഓഫ് ദിസ് വേൾഡ്. അതായത് ഈ ഒരു വേൾഡിലുള്ള ആളുടെ പ്രണയം പോലെ ആയിരുന്നില്ല, ഇറ്റ് വാസ് സംതിങ് ഡിഫറെൻറ്റ്. സോ ഈവൻ ഏഞ്ചൽസ് ലുക്ക് ഡൗൺ ആൻഡ് ഫെൽറ്റ് ജെലസ്. അതായത് സ്വർഗത്തിലുള്ള സെറാഫ്സ്, അതായത് ഏഞ്ചൽസിന് പോലും ഞങ്ങളുടെ പ്രണയം കാണുമ്പോൾ അസൂയ തോന്നിയിരുന്നു എന്നാണ് അയാൾ പറയുന്നത്. സോ അത്രമേൽ അസൂയ തോന്നാൻ, ദൈവത്തിന് പോലും അസൂയപ്പെടും എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ ഏഞ്ചൽസിന് പോലും അസൂയപ്പെടാൻ തോന്നുന്ന തരത്തിലുള്ളൊരു പ്രണയമായിരുന്നു ഞങ്ങളുടെ. സോ വിച്ച് മീൻസ് ദാറ്റ് പെർട്ടിക്കുലർ ലവ് ഈസ് വെരി സ്പെഷ്യൽ ആൻഡ് ഇറ്റ് ഈസ് വെരി പ്യുവർ ആൻഡ് ഇറ്റ് ഈസ് വെരി ഡീപ്പ് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. And I am moving to stanza 3. And this was the reason that long ago in this kingdom by the sea a wind blew out of a cloud chilling my beautiful Annabelle. അപ്പോൾ ഇത്ര നേരം ഒരു കിങ്ഡം ഉണ്ടായിരുന്നു, അവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ഞാൻ അവളെ സ്നേഹിച്ചിരുന്നു, ഇതൊക്കെ പറഞ്ഞു. ഞങ്ങളുടെ പ്രണയത്തിൽ ഏഞ്ചൽസിന് ഇഷ്ടം തോന്നിയിരുന്നില്ല, അസൂയായിരുന്നു. അപ്പോൾ ഇത്ര നേരം പറഞ്ഞത് ഒരു ഫെയറി ടെയിൽ പോലെയാണ്, ഒരു കെട്ടുകഥ പോലെയാണ് പറഞ്ഞത്, ഒരു മുത്തശ്ശി കഥ പോലെ. പക്ഷേ തേർഡ് സ്റ്റാൻസയിൽ വരുമ്പോൾ ഇറ്റ് ഈസ് ആക്ച്വലി ടു റിയാലിറ്റിയിലേക്ക് വരികയാണ്. ഇനി എന്താണ് അവരുടെ ലൈഫിൽ സംഭവിച്ചത് അത് പറയുവാണ്. ഈ ഒരു കാരണം കൊണ്ട്, അതായത് ഏഞ്ചൽസാണ് കാരണം, അവർ അസൂയ പൂണ്ടിട്ട് എന്ത് ചെയ്തു, എ വിൻഡ് ബ്ലോ ഔട്ട് ഓഫ് എ ക്ലൗഡ് ചില്ലിങ് മൈ ബ്യൂട്ടിഫുൾ അനബെല്ലി. അതായത് ക്ലൗഡിനിടയിൽ നിന്നും, മേഘങ്ങളുടെ ഇടയിൽ നിന്നും ഒരു കാറ്റ് വന്നിട്ട് ചില്ല് ചെയ്തു എന്നാണ് പറയുന്നത്. ചില്ല് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഒരു കൺഫ്യൂസിങ് തോന്നാം, അതായത് കൺഫ്യൂസ്ഡ് ആവാം നമ്മൾ. അതായത് ചില്ലിങ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ഇറ്റ് ക്യാൻ ബി ഡെത്ത് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൽനെസ് ആവാം, അല്ലെങ്കിൽ അവൾ നേരിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നമാവാം. എനിവേ അവളെ എടുത്തുകൊണ്ട് പോയി എന്നാണ് പറയുന്നത്. ഈ കാറ്റ് വന്നിട്ട്, ഈ മേഘങ്ങളുടെ ഇടയിൽ നിന്ന് കാറ്റ് വന്നിട്ട് എൻ്റെ അനബെല്ലിയെ കില്ല് ചെയ്തെന്നാവാം, അവൾ മരിച്ചു പോയെന്നാവാം, ഡെത്താവാം, ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു അസുഖം വന്നെന്നാവാം, എന്തായാലും അവളെ എന്നിൽ നിന്ന് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. സോ ദാറ്റ് ഹെർ ഹൈ ബോൺ കിങ്സ്മെൻ കെയിം ആൻഡ് ബോ ഹെർ എവേ ഫ്രം മീ. ആരാ വന്ന് കൊണ്ടുപോയത്? ഹൈ ബോൺ കിങ്സ്മെൻ എന്ന് പറയുന്നത് അവളുടെ കുടുംബത്തിൽപ്പെട്ട, ഫാമിലിയിൽപ്പെട്ട അവളുടെ റിലേറ്റീവ്സ് ആണ്. അവർ വന്ന് അവളുടെ ബോഡി എടുത്തുകൊണ്ട് പോയി എന്നാണ് പറയുന്നത്. ഇവിടെ ഹൈബോൺ കിൻസ്മെൻ എന്ന് പറയുമ്പോൾ വേറൊരർത്ഥം കൂടിയുണ്ട്. അതായത് ഓൾറെഡി മരിച്ചുപോയ അവളുടെ റിലേറ്റീവ്സും ആകാം, അവളുടെ ആത്മാവിനെ ഇവിടെ നിന്ന് കൊണ്ടുപോയി എന്നായിരിക്കാം
ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത്. എനിവേ ആ ഒരു പെൺകുട്ടിയുടെ സംസ്കാരം, ഷീ ബറീഡ്, അവളെ ബറി ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. ആൻഡ് ടു ഷട്ട് ഹെർ അപ്പ് ഇൻ എ സെപ്പൽക്കർ ഇൻ ദിസ് കിങ്ഡം ബൈ ദ സീ, അവളെ ഷീ വാസ് ബറീഡ് ഇൻ എ ടോം. സെപ്പൽക്കർ മീൻസ് ഈ പറഞ്ഞ പോലെ ഒരു ടോംബിൽ, ഒരു കല്ലറയിൽ അവളെ അടക്കം ചെയ്തു എന്നാണ് പറയുന്നത് അവളുടെ റിലേറ്റീവ്സ് വന്നിട്ട്. Okay, that is all about that stanza, and I'm moving to the next stanza. The angels, not half so happy in heaven, went envying her and me. അതായത് ഈ ഏഞ്ചൽസ് ആണ് ഇതിനെല്ലാം കാരണം. അവരുടെ അസൂയ കാരണമാണ് ഇത് സംഭവിച്ചത്. പക്ഷേ എന്നിട്ടും അവരുടെ അസൂയ മാറിയില്ല. അവർക്ക് അപ്പോഴും ജലസായിരുന്നു. ഞങ്ങളെ സെപ്പറേറ്റ് ചെയ്തിട്ട് പോലും അവർക്ക് എന്നിട്ടും അവർക്ക് ആ ഒരു അസൂയയിൽ കുറവൊന്നും വന്നില്ല. യെസ്, ദാറ്റ് വാസ് ദ റീസൺ ആസ് ഓൾ മെൻ നോ ഇൻ ദിസ് കിങ്ഡം ബൈ ദ സീ. അതാണ് കാരണം എന്ന് അയാൾ പറയുവാണ്. ദാറ്റ് ദ വിൻഡ് കെയിം ഔട്ട് ഓഫ് ദി ക്ലൗഡ് ബൈ നൈറ്റ് ചില്ലിങ് ആൻഡ് കില്ലിങ് മൈ ആനബെല്ലി. അതെ, അതായത് ഈ വിൻഡ് ഇതാണ് കാരണം, ഈ ഏഞ്ചൽസ് ആണ് ഇതിനെല്ലാം കാരണം. ഇവരെന്താ ചെയ്തത്? ഇവർ വിൻഡ് നൈറ്റ് ഈ പറഞ്ഞ പോലെ ക്ലൗഡിൽ നിന്നും വിൻഡ് പുറപ്പെടുവിച്ചു, കാറ്റ് വന്ന് അവളെ ചില്ല് ചെയ്തു, അവളെ കില്ല് ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. മൈ ആനബെല്ലി, എൻ്റെ ആനബെല്ലി അങ്ങനെ മരിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. And the next stanza, but our love, it was stronger by far than the love of those who were older than we. അതായത് ഞങ്ങളുടെ ലവ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സംതിങ് ഡിഫറെൻറ്റ്, അത് ഭയങ്കര സ്ട്രോങ്ങറാണ്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദി ഓൾഡർ പീപ്പിൾസ് ലവ്. അതായത് വയസ്സായ ആളുകളുടെ പ്രണയം പോലെയല്ല. അയാൾ പറഞ്ഞല്ലോ ഞാനും കുട്ടിയായിരുന്നു, അവളും കുട്ടിയായിരുന്നു. അപ്പോൾ അയാൾ വീണ്ടും ഉറപ്പിക്കുകയാണ് ഞങ്ങളുടെ പ്രണയം എന്ന് പറയുന്നത് ഇറ്റ് വാസ് നോട്ട് ലൈക്ക് യോഴ്സ്, നിങ്ങളുടെ പോലത്തെ ഒരു പ്രണയമല്ലെന്നേ അത് പറയാണ്. ഓഫ് മെനി ഫാർ വൈസർ ദാൻ വി, and neither the angels in heaven above nor the demons down under the sea can ever dissever my soul from the soul of the beautiful Annabelle. അതായത് അദ്ദേഹം പറയുവാണ് ഇറ്റ് ഈസ് സ്ട്രോങ്ങർ ദാൻ ദി അഡൾട്ട്സ്. എന്നിട്ട് പറയാണ് ദിസ് ലവ് ഈസ് നോട്ട് സില്ലി ഓർ ദി ചൈൽഡിഷ് ലവ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചൈൽഡിഷ് ആയിട്ടുള്ളൊരു പ്രണയമൊന്നും ആയിരുന്നില്ല, അത് സില്ലി ആയിരുന്നില്ല. ഏഞ്ചൽസ് ആൻഡ് ഡീമൺസ് ക്യാൻ ടേക്കൻ ഹെർ ബോഡി എവേ ഫ്രം ഫിസിക്കലി. അതായത് എൻ്റെ അടുത്ത് നിന്ന് അവളുടെ ബോഡി നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റുമായിരിക്കും, ഫിസിക്കലി ഞങ്ങളെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും, ബട്ട് ദി കുഡ് നെവർ സെപ്പറേറ്റ് ദ സോൾസ് ഫ്രം വൺ അനദർ. അതായത് ഞങ്ങളുടെ പ്രണയത്തിനെ അല്ലെങ്കിൽ ഞങ്ങളുടെ സോളിനെ പിരിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റത്തില്ല. ഈവൻ ഞങ്ങളുടെ ബോഡി സെപ്പറേറ്റ് ചെയ്തു, നിങ്ങൾ അവളെ കൊണ്ടുപോയി സംസ്കരിച്ചു, ഇതൊക്കെ ശരി. പക്ഷേ ഒരു ഏഞ്ചൽസിനും ഒരു ഡീമൻസിനും ദ ക്യാൻ നെവർ സെപ്പറേറ്റ് അവർ സോൾസ്. ഞങ്ങളുടെ സോൾസിനെ പിരിക്കാനായിട്ട് ആർക്കും സാധിക്കില്ലെന്നാണ് പറയുന്നത്. ദെൻ ഐ എം മൂവിങ് ടു ദി നെക്സ്റ്റ് സ്റ്റാൻസ. For the moon never beams without bringing me dreams of the beautiful Annabelle. അപ്പോൾ ഇനി അദ്ദേഹം പറയുവാണ് മൂൺ, നമ്മുടെ ചന്ദ്രൻ ഈ ആകാശത്ത് വരുമ്പോൾ ഇറ്റ് ആക്ച്വലി നമുക്കൊരു റേസ് ഓഫ് ലൈറ്റ്, അതായത് ചന്ദ്രൻ്റെ ആ ഒരു രശ്മികൾ ഭൂമിയിലേക്ക് പതിക്കുമല്ലോ. അപ്പോൾ ചന്ദ്രൻ ആ ഒരു നിലാവ് പൊഴിക്കുമ്പോൾ അങ്ങനെ സംഭവിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണ് എനിക്ക് ഓരോ ദിവസം അവളെപ്പറ്റി ഞാൻ ഡ്രീംസ് കാണുന്നുണ്ട്. അപ്പോൾ സൂര്യൻ എപ്പോൾ ഈ ചന്ദ്രകിരണങ്ങൾ പുറപ്പെടുവിക്കുന്നു അതുപോലെ തന്നെ എല്ലാ ദിവസവും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അവളെപ്പറ്റി ഡ്രീംസ് കാണുന്നുണ്ട്. ആൻഡ് ദി സ്റ്റാർസ് നെവർ റൈസ് ബട്ട് ഐ ഫീൽ ദ ബ്രൈറ്റ് ഐസ് ഓഫ് ദ ബ്യൂട്ടിഫുൾ ആനബെല്ലി. അതായത് സ്റ്റാർസിൻ്റെ ആ ഒരു പ്രസൻസ്, ഈ സ്റ്റാർസിനെ വരുമ്പോൾ അതിൻ്റെ ആ ഒരു പ്രസൻസ് കാണുമ്പോൾ ഐ ക്യാൻ ഫീൽ ഹർ ബ്രൈറ്റ് ഐസ്, എനിക്ക് അവളുടെ കണ്ണുകൾ അതിൽ കാണാൻ പറ്റുന്നുണ്ട്. സോ ഞങ്ങളെ ഫിസിക്കലി സെപ്പറേറ്റ് ചെയ്തതെന്ന് പറഞ്ഞത് അതൊരു പ്രശ്നമേ അല്ല. എനിക്ക് അവളുടെ പ്രസൻസ് ഈ പറഞ്ഞ പോലെ ഭൂമിയിലേക്ക് നമുക്ക് അടുത്ത് നിൽക്കുന്ന ഓരോ കാര്യങ്ങളിൽ നിന്നും എനിക്ക് കിട്ടും എന്നാണ് അയാൾ പറയുന്നത്. സോ ഹീ ഈസ് ഷുവർ ദാറ്റ് അനബെല്ലി ഈസ് സ്റ്റിൽ ദർ ഉണ്ടെന്ന് അയാൾ വിശ്വസിക്കുന്നു. സോ ഹി സ്റ്റിൽ ഫീൽസ് എ ബ്രൈറ്റ് ഐസ് എവറി ടൈം ഹി സീസ് ദി സ്റ്റാർസ്. ഓരോ പ്രാവശ്യം സ്റ്റാർസ് വരുമ്പോൾ അയാൾക്ക് അയാളുടെ പ്രണയിനിയായിട്ടുള്ള അനബെല്ലിനെ അതിൽ കാണാൻ കഴിയും എന്നാണ് പറയുന്നത്. ആൻഡ് പിന്നെന്താ പറയുന്നത്, ആൻഡ് സോ ഓൾ ദി നൈറ്റ് ടൈഡ് ഐ ലൈ ഡൗൺ ബൈ ദി സൈഡ് ഓഫ് മൈ ഡാർലിംഗ് മൈ ലൈഫ് ആൻഡ് മൈ ബ്രൈഡ്. അപ്പോൾ ഇവിടെ ഈ ഒരു ലൈനിൽ ദി സ്പീക്കർ സീസ് ദിസ് പെർട്ടിക്കുലർ വിമൻ ആസ് ഹിസ് ബ്രൈഡ്. അയാളുടെ ബ്രൈഡായിട്ട് അയാൾ കണ്ടുപോയി, അയാളുടെ മണവാട്ടിയായിട്ട് ഈ പെൺകുട്ടിയെ കണ്ടുപോയി എന്ന് അയാൾ പറയുന്നു. ആൻഡ് ഹെർ സെപ്പൽക്കർ there by the sea in her tomb by the sounding sea. അപ്പോൾ അയാൾ പറയുവാണ് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, ഒരിക്കലും ഞാൻ ഈ കല്ലറ വിട്ട് പോകില്ല. ഈ കല്ലറ, ഈ ടോംബ്, ഈ സെപ്പൽക്കർ എന്ന് പറയുന്നത് ഇവിടെ ഞാൻ എന്നും അവൾക്ക് വേണ്ടി ഇവിടെ ഉണ്ടാവുമെന്ന് അയാൾ ഉറപ്പ് നൽകുകയാണ്. സോ the speaker is lying down by the tomb. ഈ ടോംബിൻ്റെ അവിടെ അയാൾ കിടക്കുകയാണ്. ആൻഡ് ദിസ് ഈസ് ദി ടെയിൽ ഓഫ് സ്ട്രോങ് ലവ്, നോട്ട് എ ഫെയറി ടെയിൽ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതൊരു ടിപ്പിക്കൽ ആയിട്ടുള്ള ലവ് സ്റ്റോറി അല്ല, ഇത് പ്യുവർ ലവ് ആണ്.
എന്നാണ് അയാൾ പറയുന്നത്. സോ ആ ഒരു പെയിൻ എടുത്ത് കാണിക്കുകയാണ് ഈ ഒരു പോയത്തിൽ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദി സമ്മറി പാർട്ട് ആൻഡ് ഐ മൂവിങ് ടു ദി അനാലിസിസ് പാർട്ട്. സോ അനാലിസിസ് പാർട്ട്, ദ ഫസ്റ്റ് തീം ഈസ് ലവ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, പ്യുവർ ലവ് ആണ്. ദറ്റ് ഈസ് ദ ലവ് ദാറ്റ് ട്രാൻസെൻഡ്സ് ഡെത്ത്. ഡെത്തിനപ്പുറം കിടക്കുന്ന ഒരു പ്രണയമാണ്. ഇറ്റ് ഈസ് പ്യുവർ ആൻഡ് ഇറ്റ് ഈസ് എറ്റേണൽ ആൻഡ് വി ക്യാൻ സീ ദർ ഈസ് എ സ്ട്രോങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സ്പീക്കർ ആസ് വെൽ as ഹിസ് ബിലൗഡ്. ദ നെക്സ്റ്റ് തീം ഈസ് ഗ്രീഫ് ആൻഡ് പെയിൻ. ത്രൂ ഔട്ട് ദ പോം നമുക്ക് കാണാൻ പറ്റുന്നത് അയാളുടെ ഗ്രീഫാണ്, അയാളുടെ പെയിൻ ആണ്. ആൻഡ് ദ പോം പോർട്രേസ് ദാറ്റ് പെയിൻഫുൾ ഇൻസിഡൻറ്റ്. അതുപോലെ തന്നെ ഇറ്റ് റിസൾട്ട്സ് ആൻ ഐസൊലേഷൻ ദാറ്റ് ദ സ്പീക്കർ എൻഡ്സ് ദ പോയം ബൈ സ്പെൻഡിങ് ടൈം ബിസൈഡ് ഹെർ ടോംബ്. അതായത് തൻ്റെ പ്രണയിനി മരിച്ചുപോയി, അപ്പോൾ അവളുടെ കല്ലറയിൽ ജീവിതം തീർക്കുകയാണ് അയാൾ ചെയ്യുന്നത്. സോ വി ക്യാൻ സീ അതൊരു പെയിനാണ്. അതുപോലെ തന്നെ അയാൾ ഐസൊലേറ്റഡ് ആണ്, അയാൾക്ക് ആരും ഇല്ല എന്നുള്ളൊരു ഇത് നമുക്ക് പൊതുവെ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഹീസ് നോട്ട് റെഡി ടു ആക്സെപ്റ്റ് ദാറ്റ്. അയാളത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അയാൾ പറയുന്നുണ്ട് അവൾ എൻ്റെ കൂടെയുണ്ട്, അല്ല അവളുടെ കൂടെ ഞാൻ ഉണ്ടാവും, ഞങ്ങൾ പിരിഞ്ഞിട്ടില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. സോ വി ക്യാൻ സീ ദാറ്റ് പെയിൻ. ഭയങ്കര പെയിൻഫുള്ളാണ് ആ ഒരു ഇൻസിഡൻറ്റ്. സോ അതുപോലെ തന്നെ റിപ്പിറ്റേഷൻ ഓഫ് ദ നെയിം അനബെല്ലി. ഈ ഒരു പോയത്തിൽ ഐ തിങ്ക് ഒരു 7 times എങ്കിലും ഈ സ്പീക്കർ അനബെല്ലി അനബെല്ലി എന്നൊരു ഈച്ച് സ്റ്റാൻസർ അയാൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. സോ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് പെയിൻ. ആ ഒരു ഡെപ്ത് ഓഫ് ദാറ്റ് ലവ് ആണ് അവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ അയാളുടെ ആ ഒരു പെയിൻഫുൾ, അയാളുടെ ഇമോഷൻസ് അയാൾ എടുത്ത് കാണിക്കുവാണ് ബൈ റിപ്പീറ്റിംഗ് ദ നെയിം ഓഫ് ഹിസ് ബിലൗഡ്. ആൻഡ് ദി നെക്സ്റ്റ് തീം ഇസ് ഡെത്ത്. അത് നിങ്ങൾക്കറിയാം, ഇതിൽ ഡെത്ത് ഒരു പ്രധാന തീമാണ്. ദ ഡെത്ത് ഓഫ് എ ബ്യൂട്ടിഫുൾ യങ് ഗേൾ ആണ് ഇതൊരു പോർട്രേ ചെയ്യുന്നത്. ദെൻ ദി പോർട്രേൽ ഓഫ് നറേറ്റേഴ്സ് ഗ്രീഫാണ് പറയുന്നത്. ദെൻ ദി നെക്സ്റ്റ് വൺ ഈസ് സിമ്പിൾസ്. ഫസ്റ്റ് സിമ്പിൾ എന്ന് പറയുന്നത് ദ സീ, കടലാണ്. ദറ്റ് ഈസ് ഇറ്റ് റെപ്രസെൻറ്റ്സ് ഇമോഷണൽ ഐസൊലേഷൻ. അതായത് ഒരു സാഗരമേ ശാന്തമാകുക നീ എന്നൊക്കെ നമ്മൾ പറയാം. നമ്മുടെ മനസ്സ് ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ നമുക്കത് കടലുമായിട്ട് നമുക്ക് എന്താ പറയുക കമ്പയർ ചെയ്യാറുണ്ട് കവികളൊക്കെ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ആ ഒരു കടലിനെ കാണിക്കുന്നത് അതൊരു ഇമോഷണൽ ഐസൊലേഷനാണ്. അതുപോലെ തന്നെ പവർഫുൾ ഫോഴ്സ് ദറ്റ് റിമെയിൻ സൈലൻറ്റ്. അതായത് നമ്മൾ കാണുന്ന ഭയങ്കര ഒരു പവർഫുൾ ആയിട്ടുള്ള നേച്ചറിൽ കാണുന്ന ഒരു പവർഫുൾ ഫോഴ്സാണ് സീ എന്ന് പറയുന്നത്. ബട്ട് ഇറ്റ് ഈസ് സൈലൻറ്റ്. അതാരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. ആ ഒരു സീ എന്ന് പറയുന്ന എലമെൻറ്റ് ആർക്ക് വരാം, കാണാം, അത് എൻജോയ് ചെയ്ത് പോകാം. പക്ഷേ നമ്മൾ കാണുന്നതിൽ ഏറ്റവും പവർഫുള്ളായിട്ടൊരു സാധനമാണ് കടൽ എന്ന് പറയുന്നത്. സോ ആ ഒരു അദ്ദേഹത്തിൻ്റെ പെയിനാണ് അതിലൂടെ കാണാൻ ശ്രമിക്കുന്നത്. ദെൻ ദ നെക്സ്റ്റ് സിമ്പിൾ ഈസ് ദ ടോംബ്, അവളുടെ കല്ലറ. ഇറ്റ് സിംബലൈസസ് ദി ട്രാജിക് ഡെത്ത്. അതായത് ആ ഒരു വുമൺ മരിച്ചു എന്ന് നമ്മളെ മനസ്സിലാക്കുന്ന ഒരു ഒരു സ്ഥലം എന്ന് പറയുന്നത് അവളുടെ ടോംബാണ്. അതുപോലെ ഇറ്റ് സിംബലൈസസ് എറ്റേണൽ ലവ്. അവരുടെ ആ ഒരു തീരാത്ത പ്രണയമാണ് അവിടെ കാണിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ സേക്രഡ് പ്ലേസ് വേർ സ്പീക്കർ ഗോസ് ടു മെയിൻറ്റെയിൻ ഹിസ് കണക്ഷൻ വിത്ത് ഹർ. അതായത് ഈ പ്രണയിനിയായിട്ടുള്ള അയാളുടെ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ അയാൾക്കുള്ളത് അവളുടെ കല്ലറ മാത്രമാണ്. അപ്പോൾ അതൊരു സിമ്പിളായിട്ട് നമുക്ക് പറയാം. ആൻഡ് ദി നെക്സ്റ്റ് സിമ്പിൾസ് ആർ ദ സ്റ്റാർസ് ആൻഡ് ദി മൂൺ. അതായത് ചന്ദ്രനും നക്ഷത്രങ്ങളും. അതായത് മൂൺ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ അവരുടെ പ്യുവർ ലവ് ആണ്. ആൻഡ് ദി സ്റ്റാർസ് ഇറ്റ് റെപ്രസെൻറ്റ്സ് ഹർ ബ്യൂട്ടിഫുൾ ഐസ്. ദെൻ വി ഹാവ് 2 poetic devices. പോയറ്റിക് ഡിവൈസസ് എന്ന് പറയുമ്പോൾ വി ഹാവ് റെപ്പിറ്റീഷൻ ആൻഡ് റെഫ്രെയിൻ. അതായത് ഈ പോയത്തിൽ എടുത്തെടുത്ത് ഈ അനബെല്ലി എന്നുള്ള വേർഡ് പറയുന്നുണ്ട്. ദെൻ വി ക്യാൻ സീ ദാറ്റ് കിങ്ഡം ബൈ ദ സീ എന്ന് പറയുന്ന വേർഡ് എടുത്തെടുത്ത് പറയുന്നുണ്ട്. അതുപോലെ ചൈൽഡ്, ആ ഒരു വേർഡ് എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് റെപ്രസെൻറ്റ്സ് ദാറ്റ് ലോസ്റ്റ് ലവ് എന്നാണ് പറയുന്നത്. ദെൻ ദ നെക്സ്റ്റ് പോയറ്റിക് ഡിവൈസ് ഇസ് ഹൈപ്പർബോളെ. ഹൈപ്പർബോളെ എന്ന് പറയുന്നത് നമ്മളൊരു പോയട്രിയിൽ ഹൈപ്പർബോളെ യൂസ് ചെയ്യുന്നത് നമ്മൾ എക്സാജറേഷൻ കൂടുതൽ നടത്തുമ്പോഴാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ ദ സ്പീക്കർ ഹെവിലി എക്സാജറേറ്റ്സ് ദ ഇമോഷണൽ ഡെപ്ത് ഓഫ് ദ ബോണ്ട്. അതായത് ഞങ്ങളുടെ പ്രണയം എന്ന് പറയുന്നത് ഏഞ്ചൽസിന് പോലും അസൂയപ്പെടുത്തുന്നതായിരുന്നു, അതുകൊണ്ട് അവർ കാറ്റിനെ വിട്ടു എൻ്റെ കാമുകിയെ കൊന്നു എന്നാണ് ഇവിടെ കാമുകൻ പറയുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റുന്നത് ഭയങ്കര എക്സാജറേഷനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സോ അവരുടെ പ്രണയം അത്രയും തീവ്രമായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പോയറ്റിക് ഡിവൈസ് ഹൈപ്പർബോൾ അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ ഈ ഒരു പോം ഒരു ചെറിയൊരു പോയിൻ്റായിട്ട് പറയുവാണെങ്കിൽ ദ സെൻട്രൽ ഐഡിയ ഓഫ് ദി പോം ഈസ് ദ പ്രിമച്വർ ഡെത്ത് ഓഫ് എ ബ്യൂട്ടിഫുൾ യങ് ഗേൾ ആൻഡ് ദ സ്പീക്കർ റെഫ്യൂസസ് ടു ആക്സെപ്റ്റ് ദ ഫേറ്റ്. അതായത് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന പ്രിമച്വർ ഡെത്ത് ഓഫ് എ യങ് വുമൺ ആണ്. അതായത് വളരെ യങ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി മരണപ്പെടുന്നു. ആൻഡ് ദ സ്പീക്കർ റെഫ്യൂസസ് ടു ആക്സെപ്റ്റ് ദാറ്റ് ഡെത്ത്. ആ ഡെത്ത്
ഡെത്ത് അയാൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം ഇപ്പോഴും അയാൾ അവളെ പ്രണയിക്കുന്നു, ഞങ്ങൾ തമ്മിൽ കണക്ഷൻ ഉണ്ടെന്നൊക്കെ അയാൾ പറയുന്നു. ആൻഡ് ഹീ ഈസ് കംപ്ലീറ്റ്ലി ഇമേഴ്സ്ഡ് ഇൻ ദാറ്റ് പെയിൻ ആൻഡ് ഗ്രീഫ് ആൻഡ് നോട്ട് റെഡി ഫോർ ദി സെപ്പറേഷൻ. ഹി ബിലീവ്സ് ദാറ്റ് ദ സോൾസ് ആർ പെർമനൻ്റ്ലി കണക്റ്റഡ് ആൻഡ് ഡെമോൺസ്ട്രേറ്റിംഗ് ദ ഡിവോഷൻ ബിയോണ്ട് മോർട്ടാലിറ്റി. അതായത് അയാൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് അവരുടെ സോൾസ് പെർമനൻ്റ്ലി കണക്റ്റഡ് ആണ്, ദേ ആർ നോട്ട് സെപ്പറേറ്റഡ്. അയാൾ പിന്നെ അതൊരു ഡിവോഷനാണ്, അവളോടുള്ള ഒരു ആരാധനയായിട്ട് മാറുകയാണ് ബിയോണ്ട് മോർട്ടാലിറ്റി. അതായത് ഈ ലോകത്തിലുള്ള എല്ലാം മോർട്ടലാണ്, എല്ലാം നശിഞ്ഞു പോകും ഒരു ദിവസം. പക്ഷേ അവളെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബിയോണ്ട് മോർട്ടാലിറ്റി, അല്ലെങ്കിൽ അവൾ മരിക്കുന്നില്ല, അവൾ ഇമ്മോർട്ടലാണെന്ന് കാണിക്കുന്ന ഒരു തരത്തിൽ ഒരു ആരാധനയാണ് നമുക്കിവിടെ ഈ ഒരു പോയത്തിൽ കാണാൻ പറ്റുന്നത്. സോ ഐ തിങ്ക് ദിസ് പോയം ഈസ് വെരി ക്ലിയർ ടു യു. ഫോർ മോർ ലിറ്ററേച്ചർ കണ്ടന്റ് വീഡിയോസ് ജസ്റ്റ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ Nutshell Lines. Let's learn something fruitful in a few words. Thank you so much.